സോളാർ പാനലിന് ഇടിമിന്നൽ ഏൽക്കുമോ എന്നുള്ളതാണ്. ആദ്യം തന്നെ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലെ ഒരു ഫ്രിഡ്ജ് 230 വോൾട്ടും 0.5 അല്ലെങ്കിൽ 1/2 ആംപിയറുമാണ് സാധാരണ എടുക്കുന്നത്. എന്നാൽ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ 1,00,000 വോൾട്ടും ഒരു 10,000 ആംപിയറും ഒക്കെ സാധാരണഗതിയിൽ വരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലെ ഉപകരണത്തേക്കാൾ അതിൻ്റെ ആവശ്യത്തേക്കാൾ കൂടുതൽ വോൾട്ടേജും കറണ്ടും വന്നാൽ അത് സ്വാഭാവികമായിട്ടും അത് നശിച്ചു പോകും. ഈ ഇടിമിന്നലിലൂടെ വരുന്നതിനെ നമ്മൾ സർജ് കറണ്ട് എന്നാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സർജ്, അതായത് നമ്മുടെ ആവശ്യത്തേക്കാൾ വളരെ കൂടുതൽ വരുന്ന ഈ സർജ് കറണ്ടിനെ ആണ് നമ്മൾ പൊതുവെ ലൈറ്റ്നിങ് എന്ന് നമ്മൾ പറയാറുള്ളത്. ഇടിമിന്നലിലൂടെ ഉപകരണങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? 2 തരത്തിലുള്ള ലൈറ്റ്നിങ് ആണ് സാധാരണഗതിയിൽ വരിക. ഒന്ന് ഡയറക്റ്റ് ലൈറ്റ്നിങ്, 2 ഇൻഡയറക്റ്റ് ലൈറ്റ്നിങ്.